ജിഷയാണേ. ഒരു അടിപൊളി സ്റ്റോറി ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. കേട്ടോ, ഇതൊരു സാധാരണ കഥയല്ല. കുറച്ച് വല്ലാത്തൊരു ഫീല് തരുന്ന, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ പോകുന്ന ഒരു സ്റ്റോറിയാണിത്. ഈ കഥ നടക്കുന്നത് 2000-ലാണ് കേട്ടോ. ലൈല, അതായിരുന്നു അവളുടെ പേര്. അന്ന് അവൾക്ക് വെറും 19 വയസ്സേ ഉള്ളൂ. അതെ, ചില പെൺകുട്ടികളെ കണ്ടിട്ടില്ലേ, ഒരു പ്രത്യേകതരം ആകർഷണയായിരിക്കും അവർക്ക്. അവളെ കണ്ടാല് ആരും ഒന്ന് നോക്കി നിന്നു പോകും. ഒരു നാട്ടിൻ പുറത്തുകാരിയുടെ എല്ലാ നിഷ്കളങ്കതയും ആ മുഖത്തുണ്ട്. ഇടതൂർന്ന കാർമേഘം പോലത്തെ കറുത്ത മുടി, എണ്ണ തേച്ച് മിനുക്കി പിന്നിയിട്ടിരിക്കുന്ന ആ മുടിയിഴകളും ആ വലിയ കരിവണ്ടി കണ്ണുകളും കണ്ടാല് ആരും ഒന്ന് മയങ്ങിപ്പോകും. ആ കണ്ണുകൾ കൊണ്ട് അവളൊന്ന് നോക്കിയാല് ശരിക്കും ആരുടെയും കൺട്രോള് പോകുന്ന ഒരു വല്ലാത്ത നോട്ടായിരുന്നു അവളുടേത്. അങ്ങനെ പുറമേ നോക്കുമ്പോൾ വളരെ സാധാരണക്കാരിയായ, നാണക്കാരിയായ ഒരു കുട്ടിയായിരുന്നു അവള്. പക്ഷേ ലൈലയുടെ ഉള്ളില് അവള് പോലും പുറത്തു കാണിക്കാത്ത വല്ലാത്തൊരു ലോകം ഉണ്ടായിരുന്നു. ഒരു പുരുഷന്റെ സാമീപ്യത്തിന്, ആഴത്തിലുള്ളൊരു നോട്ടത്തിന്, അവന്റെ കരുത്തുറ്റൊരു കരുതലിന് അവള് വല്ലാതെ കൊതിച്ചിരുന്നു. അതാരോടും അവൾ പറഞ്ഞിരുന്നില്ല കേട്ടോ. ജസ്ലിൻ എന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു അവൾക്ക്. ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു കൂട്ടുകാരി. UK-യിലെ ഭർത്താവിനൊപ്പം താമസിക്കുന്ന ജസ്ലിൻ നാട്ടിൽ വരുമ്പോഴൊക്കെ ലൈലയുടെ അടുത്തേക്ക് വരും. ആരുമില്ലാത്ത നേരത്ത് റൂമിൽ ഒന്നിച്ചിരിക്കുമ്പോ ജസ്ലിൻ അവളോട് ഒരുപാട് കാര്യങ്ങൾ പറയുമായിരുന്നു. ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച്, അതിലെ ആഴങ്ങളെക്കുറിച്ച്. എന്റെ ലൈല, നീ ഭയങ്കര സുന്ദരിയാടി. നിന്നെ മനസ്സിലാക്കുന്ന, നിന്നെ വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരാളുടെ മുന്നിൽ നീ ചെന്നുപെടുമ്പോ ആ നോട്ടത്തിൽ തന്നെ നീ അലിഞ്ഞില്ലാതാകും എന്ന് ജസ്ലിൻ പറയുമ്പോ ലൈലയുടെ ഉള്ളിൽ എന്തൊക്കെയോ വല്ലാത്ത ഫീലിങ്സ് വരും. ഒരു പുരുഷന് മുന്നിൽ പൂർണ്ണമായും കീഴടങ്ങി കൊടുക്കുമ്പോഴുള്ള ആ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് ജസ്ലിൻ അവളോട് പറയുമായിരുന്നു. തന്നെ വല്ലാതെ ആഗ്രഹിക്കുന്ന, നല്ല പക്വതയുള്ള, കരുത്തനായ ഒരു പുരുഷനെ ലൈല സ്വപ്നം കണ്ടു തുടങ്ങി. മനസ്സിലായോ? അത് അവളുടെ ഉള്ളിലെ വലിയൊരു ആഗ്രഹമായി മാറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലൈലക്ക് ജലീലിന്റെ ആലോചന വരുന്നത്. ഗൾഫിലെ വലിയ പൊസിഷനിൽ ജോലി ചെയ്യുന്ന, അത്യാവശ്യം നല്ല ചുറ്റുപാടുമുള്ള ജലീൽ. പക്ഷെ പുള്ളിക്ക് 31 വയസ്സുണ്ട്. ലൈലയേക്കാൾ നല്ലോണം വയസ്സ് മൂത്തയാള്. നാട്ടുകാരൊക്കെ പലതും പറഞ്ഞു, ഇത്രയും പ്രായമുള്ള ആൾക്ക് ഈ ചെറിയ കുട്ടിയെ എന്തിനാ കെട്ടിച്ചു കൊടുക്കുന്നത് എന്നൊക്കെ. വീട്ടുകാർക്ക് പോലും ചെറിയ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ലൈല വാശി പിടിച്ചു, തനിക്ക് ജലീലിനെ മതിയെന്ന്. അതിന് കാരണം ഉണ്ടായിരുന്നു കേട്ടോ. പെണ്ണ് കാണാൻ വന്ന സമയത്ത് ആ ഒരു നിമിഷം ജലീൽ അവളെ നോക്കിയൊരു നോട്ടമുണ്ട്. അവളുടെ കണ്ണുകളിലേക്ക് തറപ്പിച്ചു നോക്കി, അവളെ അപ്പാടെ സ്വന്തമാക്കാൻ കൊതിക്കുന്ന വല്ലാത്തൊരു നോട്ടം. ആ നോട്ടത്തിൽ അവൾ പതറിപ്പോയി. അവളുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾക്ക് തീ പിടിക്കുന്നത് പോലെ തോന്നി അവൾക്ക്. അവളുടെ ഒരു മാമി അവളോട് രഹസ്യമായിട്ട് പറഞ്ഞു, മോളെ ലൈല, അവൻ നല്ല മൂത്തവനാ, നല്ല പക്വതയുള്ളവനാ. പക്ഷെ നിന്നെ പോലൊരു കുട്ടിയെ കിട്ടിയാൽ അവൻ വല്ലാതെ സ്നേഹിച്ച് ശ്വാസം മുട്ടിക്കും മോളെ എന്ന് കേട്ടപ്പോ തന്നെ ലൈലയുടെ ഉള്ളിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു. തന്നെ അത്രമാത്രം ആഗ്രഹിക്കുന്ന ആ പുരുഷനെ കാത്ത് അവള് ദിവസങ്ങൾ എണ്ണി കാത്തിരുന്നു. ഒടുവിൽ ആ കല്യാണ ദിവസം വന്നെത്തി. ചുവന്ന മൈലാഞ്ചി അണിഞ്ഞ കൈകളും, സുർമ എഴുതിയ കണ്ണുകളും, നിറയെ സ്വർണ്ണാഭരണങ്ങളും, നല്ല കട്ടിക്ക് അത്തറിന്റെ സുഗന്ധമൊക്കെയായി ലൈല ഒരുങ്ങി നിന്നു. നിക്കാഹ് കഴിഞ്ഞ് ജലീൽ അവളുടെ അടുത്തേക്ക് വന്നപ്പോ ആൾക്കാരുടെ ഇടയിൽ വെച്ച് അവന്റെ വിറയ്ക്കുന്ന കൈകൾ അവളുടെ കൈകളിൽ ഒന്ന് അമർത്തിപ്പിടിച്ചു. വല്ലാത്തൊരു ചൂടായിരുന്നു ആ കൈകൾക്ക്. ആ ഒരു സ്പർശനത്തിൽ ലൈലയുടെ ശരീരം ഒരു മിന്നലേറ്റ പോലെ വിറച്ചു. ചുറ്റും നിൽക്കുന്ന ആൾക്കാരൊന്നും അത് അറിയുന്നുണ്ടായിരുന്നില്ല. നിക്കാഹ് കഴിഞ്ഞ് ജലീലിന്റെ കാറിൽ അയാളുടെ വീട്ടിലേക്ക് പോകുമ്പോഴും ലൈലയുടെ മനസ്സിൽ വരാനിരിക്കുന്ന രാത്രിയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു. ജലീലിന്റെ വീട് വലിയൊരു ഇരുനില വീടായിരുന്നു. താഴത്തെ നിലയിൽ ജലീലിന്റെ ഉപ്പയും ഉമ്മയാണ് കിടക്കുന്നത്. മുകളിലത്തെ നിലയില് അവരുടെ ബെഡ്റൂം മാത്രം. അതായത് മുകളിൽ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ല. ലൈലയ്ക്ക് അത് വല്ലാത്തൊരാശ്വാസമായി. കല്യാണത്തിന്റെ ബഹളങ്ങളൊക്കെ ഒതുങ്ങി ആൾക്കാരൊക്കെ പോയി തുടങ്ങിയിരുന്നു. ജലീൽ അവന്റെ കൂട്ടുകാരുമായി മുറ്റത്ത് സംസാരിച്ചു നിൽക്കുമ്പോ അവന്റെ അമ്മായി വന്ന് ലൈലയ്ക്ക് മുകളിലത്തെ റൂമിൽ പോയി ഫ്രഷ് ആവാൻ പറഞ്ഞു. ലൈലയുടെ നെഞ്ചിടിപ്പ് കൂടി. അവള് പതിയെ പടികൾ കയറി മുകളിലെ ആ വലിയ ബെഡ്റൂമിലേക്ക് കയറി വാതിലടച്ചു. റൂമിന്റെ നടുക്ക് വലിയ കട്ടിൽ വിരിച്ചിട്ടിട്ടുണ്ട്. അവള് മെല്ലെ കണ്ണാടിക്ക് മുന്നിൽ നിന്നു. എന്തൊക്കെയോ പ്രതീക്ഷകളും ചെറിയൊരു പേടിയും അവളുടെ മുഖത്തുണ്ടായിരുന്നു. പെട്ടെന്നാണ് വാതിലിൽ പതുക്കെ ഒരു മുട്ട് കേട്ടത്. ലൈല പെട്ടെന്ന് വാതിൽ പതുക്കെ തുറന്നു. പുറത്ത് ജലീലായിരുന്നു.
അവൻ ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി വേഗം റൂമിലേക്ക് കയറി വാതിൽ കുറ്റിയിട്ടു. ലൈല നാണത്തോടെയും അല്പം പേടിയോടെയും തല താഴ്ത്തി നിന്നു. ജലീൽ അവളുടെ അടുത്തേക്ക് വന്ന് തന്റെ 2 കൈകളും അവളുടെ തോളിൽ വെച്ചു. "എന്റെ ലൈല, താഴെ ആൾക്കാരുടെ ഇടയിന്ന് ഒന്ന് ഊരിപ്പോരാൻ ഞാൻ പെട്ട പാട്." അവന്റെ ശബ്ദം വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ലൈല പതുക്കെ മൂളി. "എന്തൊരു ഭംഗിയാടി നിനക്ക്." എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജലീലിന്റെ നോട്ടം അവളുടെ മുഖത്തു നിന്നും താഴേക്ക് നീങ്ങി. ആ ഒരു നോട്ടത്തിൽ തന്നെ ലൈല വല്ലാതെ അലിഞ്ഞുപോയി. അവൾക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല. അവളുടെ ശ്വാസം വേഗത്തിലായി. അവൾ യാതൊരു എതിർപ്പുമില്ലാതെ അവന് മുന്നിൽ അങ്ങനെ നിന്നുകൊടുത്തു. അവളുടെ ആ ഒരു റെസ്പോൺസ് കണ്ട ജലീലിന്റെ മുഖത്ത് വല്ലാത്തൊരു ചിരി വിടർന്നു. അവൻ അലമാര തുറന്ന വളരെ ഭംഗിയുള്ള ഇറുകിക്കിടക്കുന്ന ഒരു സിൽക്കിന്റെ ചുരിദാർ എടുത്തു. അവനത് ലൈലയുടെ നേരെ നീട്ടി. "നീ പോയി ഫ്രഷ് ആയിട്ട് ഈ ഡ്രസ് ഇടണം. ഇന്ന് രാത്രി നിന്നെ എനിക്ക് ഇതിൽ കാണണം. നല്ല ടൈറ്റ് ആയിരിക്കണം." ജലീൽ അവളുടെ കാതുകൾക്കരികിൽ വന്ന് മന്ത്രിച്ചു. ആ ശബ്ദം കേട്ടപ്പോൾ അവളുടെ ഉള്ളിലൂടെ ഒരു തരിപ്പ് കയറിപ്പോയി. ലൈല ഒന്നും മിണ്ടാതെ അത് വാങ്ങി. ജലീൽ അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട്, "ഞാൻ താഴെ പോയി എല്ലാവരെയും പറഞ്ഞയച്ചിട്ട് വേഗം വരാം. നീ റെഡിയായി നിൽക്കണം" എന്ന് പറഞ്ഞ് താഴേക്ക് പോയി. വാതിലടഞ്ഞതും ലൈല വേഗം പോയി ഫ്രഷായി ആ സിൽക്ക് ചുരിദാർ ഇട്ടു. മുൻവശത്ത് ഹുക്കുകളുള്ള മോഡലായിരുന്നു അത്. അതവളുടെ ശരീരത്തിൽ വല്ലാതെ ഇറുക്കി പിടിച്ചു കിടന്നു. അവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നാണത്തോടെ ചിരിച്ചു. കുറച്ച് ആഭരണങ്ങൾ അണിഞ്ഞ് അത്തറിന്റെ സുഗന്ധവും പൂശി അവൾ കട്ടിലിൽ ജലീലിനെ കാത്തിരുന്നു. വരാൻ പോകുന്ന നിമിഷങ്ങളെ ഓർത്ത് അവളുടെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത്. ലൈല ആവേശത്തോടെ എഴുന്നേറ്റ് നിന്നു. എന്നാൽ വാതിൽ തുറന്നു വന്ന ജലീലിന്റെ കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. വെളുത്ത് ഉയരം കൂടിയ കന്തൂറ ധരിച്ച ഒരു അറബി. ലൈല ശരിക്കും ഞെട്ടിപ്പോയി. തന്റെ ശരീരത്തിൽ ഇറുക്കി പിടിച്ചിരിക്കുന്ന ആ നേർത്ത ചുരിദാറിട്ട് ഒരു അപരിചിതന്റെ മുന്നിൽ നിൽക്കേണ്ടി വന്നതിന്റെ വല്ലാത്തൊരു ചമ്മൽ അവൾക്കുണ്ടായി. അവൾ പെട്ടെന്ന് തന്റെ ഷോൾ എടുത്ത് വല്ലാതെ ചുറ്റിപ്പുതച്ച് മാറി നിൽക്കാൻ ശ്രമിച്ചു. ജലീൽ വളരെ കൂളായി അറബിയെ ലൈലയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ജലീലിന്റെ ബിസിനസ് പാർട്ട്ണറും ബോസുമാണ് അദ്ദേഹമെന്ന് ജലീൽ പറഞ്ഞു. ലൈല അറബിയെ നോക്കി പതുക്കിയൊന്ന് ചിരിച്ചു. എന്നാൽ ആ അറബിയുടെ നോട്ടം അപ്പോൾ ലൈലയുടെ മുഖത്തായിരുന്നില്ല. അയാളുടെ കണ്ണുകൾ വല്ലാത്തൊരു രീതിയിൽ അവളുടെ മേൽ ഉടക്കി നിൽക്കുകയായിരുന്നു. ഒരിമ വെട്ടാതെ അയാൾ അവളെ നോക്കി. അയാൾ തിരിച്ചു ചിരിച്ചുകൊണ്ട് തന്റെ കന്തൂരിയുടെ പോക്കറ്റിൽ നിന്നും 5 പവന്റെ ഒരു സ്വർണ്ണ നാണയമെടുത്ത് ലൈലയ്ക്ക് നേരെ നീട്ടി. "വിവാഹ സമ്മാനമാണെന്ന്" പറഞ്ഞു. ലൈല അത് വാങ്ങാനായി കൈ നീട്ടിയതും അറബി പെട്ടെന്ന് അവളുടെ കൈ പിടിച്ചു വലിച്ച് തന്നോട് ചേർത്ത് പിടിച്ചു. യാതൊരു പ്രതീക്ഷയുമില്ലാതിരുന്ന ലൈല പെട്ടെന്ന് അയാളുടെ നെഞ്ചിലേക്ക് വന്നിടിച്ചു. അവളുടെ ശ്വാസം നിലച്ചുപോയി. സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ മറ്റൊരു പുരുഷൻ തന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചത് അവൾക്ക് വല്ലാത്തൊരു ഷോക്കായി. അവൾ പെട്ടെന്ന് പേടിയോടെ ജലീലിനെ നോക്കി. പക്ഷെ അവിടെയാണ് അവൾ ശരിക്കും തളർന്നു പോയത്. ജലീൽ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ വല്ലാത്തൊരു ചിരിയോടെ അവരെ നോക്കി നിൽക്കുകയായിരുന്നു. "നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്?" ലൈലയ്ക്കൊന്നും മനസ്സിലായില്ല. അറബി തന്റെ ഒരു കൈ ലൈലയുടെ പുറത്തുകൂടെ ചുറ്റി അവളുടെ അരക്കെട്ടിൽ വല്ലാതെ അമർത്തി പിടിച്ചു. അയാൾ ലൈലയെ നെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ജലീലിനോട് സംസാരിക്കാൻ തുടങ്ങി. ലൈലയെ എത്രയും പെട്ടെന്ന് ഗൾഫിലേക്ക് കൊണ്ടുവരണമെന്നും അവൾക്ക് അവിടെ നല്ലൊരു ജോലി താൻ ശരിയാക്കി കൊടുക്കാമെന്നും അയാൾ പറഞ്ഞു. ജലീൽ അത് കേട്ട് വളരെ സന്തോഷത്തോടെ തലകുലുക്കി. ആ സംസാരത്തിനിടയിൽ അറബിയുടെ അരക്കെട്ടിലുണ്ടായിരുന്ന കൈ പതുക്കെ അവളുടെ ശരീരത്തിലൂടെ വഴുതി നീങ്ങുകയായിരുന്നു. ലൈലയുടെ ശരീരം ഒരു നിമിഷം ഐസ് പോലെ മരവിച്ചു. ലൈല പേടിയോടെ അറബിയുടെ മുഖത്തേക്ക് നോക്കി. അയാൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി വളരെ രഹസ്യമായി ഒന്ന് കണ്ണിറുക്കി. ലൈലയുടെ ഉള്ളിൽ അതുവരെ ഉണ്ടായിരുന്ന ഭയം പെട്ടെന്ന് വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിനും എന്തൊക്കെയോ പുതിയ ഫീലിംഗ്സിനും വഴിമാറി. സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ, ആ ചിന്ത അവളുടെ ശ്വാസഗതി കൂട്ടി. അവൾ ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നുപോയി. പുലർച്ചെ 4 മണിക്കാണ് അറബിക്ക് ഫ്ലൈറ്റ്. അയാളെ എയർപോർട്ടിലാക്കാൻ താൻ പോവുകയാണെന്ന് ജലീൽ ലൈലയോട് പറഞ്ഞു. അപ്പോ അറബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ജലീൽ, ആദ്യ രാത്രിയായിട്ട് നീ ഇവളെ ഒറ്റയ്ക്ക് വിട്ടു പോണ്ട. ഇവളും വരട്ടെ നമ്മുടെ കൂടെ." ജലീൽ അത് സമ്മതിച്ചു.
അല്പസമയത്തിന് ശേഷം ജലീലും ലൈലയും കൂടി അറബിയും കൂടി എയർപോർട്ടിലേക്കുള്ള ആ രാത്രി യാത്രയ്ക്കായി കാറിനടുത്തേക്ക് നടന്നു. ഇരുട്ട് വീണ ആ വഴിയിൽ ആ കാറിനുള്ളിൽ തന്നെ കാത്തിരിക്കുന്നത് എന്താണെന്ന് ലൈലയ്ക്ക് ഒരു ഊഹവുമില്ലായിരുന്നു. പിന്നെ അങ്ങനെ ആ യാത്ര തുടങ്ങുകയാണ്. ജലീലിക്ക വണ്ടി ഓടിക്കുകയാണ്. പുലർച്ചെ സമയമായതുകൊണ്ട് റോഡിലൊന്നും വേറെ വണ്ടികളില്ല. പുറത്ത് നല്ല കൂരാക്കൂരിരുട്ട്. കാറിലെ AC നല്ല ഫുള്ളിലിട്ടിട്ടുണ്ടെങ്കിലും ലൈല വേർത്ത് കുളിക്കാൻ തുടങ്ങിയിരുന്നു. വണ്ടിയുടെ മുൻസീറ്റിൽ ഇക്കയുടെ കൂടെ ആ അറബിയുണ്ട്. ലൈല പിറകിലെ വലിയ സീറ്റിൽ തനിച്ചു. അവളുടെ നെഞ്ചിടിപ്പ് കാറിന്റെ എഞ്ചിന്റെ സൗണ്ടിനേക്കാൾ കൂടുതലായിരുന്നു അപ്പോ. വല്ലാത്തൊരു പുകയിലയുടെയും വില കൂടിയ അത്തറിന്റെയും മണം വണ്ടിയിലാകെ നിറഞ്ഞു നിന്നു. ഒരുമാതിരി വല്ലാത്തൊരവസ്ഥ. സ്വന്തം കെട്ടിയോൻ വണ്ടി ഓടിക്കുന്നു, തൊട്ടു മുന്നിലിരുന്ന് മറ്റൊരുത്തൻ മിററിലൂടെ അവളെ തന്നെ നോക്കുന്നു. ഇടയ്ക്കിടെ കാറിന്റെ ബാക്ക് വ്യൂ മിററിലൂടെ ആ അറബി അവളെ നോട്ടമിടുന്നുണ്ടായിരുന്നു. വണ്ടി വല്ല പോസ്റ്റിലെ ലൈറ്റിന്റെ വെളിച്ചത്തിലൂടെ പോകുമ്പോ മിററിൽ തെളിയുന്ന ആ കണ്ണുകളിലെ വല്ലാത്ത തിളക്കം അവൾക്ക് കൃത്യമായി കാണാമായിരുന്നു. അവളൊരുമാതിരി കിളി പോയ അവസ്ഥയിലായിരുന്നു. അവളെ അപ്പാടെ വിഴുങ്ങുന്ന അവന്റെ ആ നോട്ടം കണ്ടപ്പോ അവളുടെ ഉള്ളിലെ ആ പഴയ ഭ്രാന്തമായ ആഗ്രഹങ്ങൾ പതിയെ തല പൊക്കാൻ തുടങ്ങി. ഒട്ടും നാണമില്ലാതെ അവൾ ആ നോട്ടം തിരികെ നേരിട്ടു. അവളുടെ ചുണ്ടിൽ ഒരു ചെറിയ ചിരി വിടർന്നു. പെട്ടെന്ന് അറബി ഇക്കയോട് പറഞ്ഞു, ജലീൽ, വണ്ടി ഒന്ന് നിർത്തടാ. എനിക്ക് മുന്നിലിരുന്ന് കാല് നിവർത്താൻ പറ്റുന്നില്ല. ഞാൻ പിറകിലേക്ക് ഇരിക്കുക. ആ ഒരു നിമിഷം ലൈലയുടെ ശ്വാസം ഒന്ന് നിലച്ചുപോയി. ഇക്ക വണ്ടി സൈഡാക്കി നിർത്തി. അറബി ഡോറ് തുറന്ന് പുറത്തിറങ്ങി നേരെ അവളുടെ തൊട്ടടുത്ത് വന്ന് പിൻസീറ്റിൽ കയറിയിരുന്നു. ഇക്ക വീണ്ടും വണ്ടിയെടുത്തു. ഇപ്പോ ലൈലയും ആ അറബിയും തമ്മിൽ ഒരിത്തിരി അകലം മാത്രം. കാറിനുള്ളിലെ ആ കനത്ത നിശബ്ദതയിൽ ലൈലയുടെ നെഞ്ചിടിപ്പ് അവനും കേൾക്കുന്നുണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. പെട്ടെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അയാളുടെ കൈവിരലുകൾ അവളുടെ തോളിൽ പതിയെ ഒന്ന് സ്പർശിച്ചു. ഒരൊറ്റ വിരൽ കൊണ്ട്, വളരെ നേർത്തൊരു സ്പർശനം. ലൈലയുടെ ശ്വാസം ഒന്ന് നിലച്ചുപോയി. അവളുടെ ഹൃദയം പടപടാന്ന് മിടിക്കാൻ തുടങ്ങി. അവൾ പേടിച്ച് പെട്ടെന്ന് മുന്നിലേക്ക് നോക്കി. ഇക്ക വണ്ടി ഓടിക്കുക തിരക്കിലാണ്. ഈ ഇരുട്ടിൽ ഇതൊന്നും ശ്രദ്ധിക്കില്ല എന്ന വിശ്വാസത്തിലായിരുന്നു അയാളുടെ പെരുമാറ്റം. പുറത്തെ സ്ട്രീറ്റ് ലൈറ്റുകളുടെ വെളിച്ചം വണ്ടിയിലേക്ക് ഇടവിട്ട് വീഴുമ്പോഴൊക്കെ ലൈല മിററിലൂടെ കണ്ടു അറബിയുടെ കണ്ണുകളിലെ ആ വല്ലാത്ത തിളക്കം. അവളെ അപ്പാടെ സ്വന്തമാക്കാൻ കൊതിക്കുന്ന ഒരു വന്യമായ നോട്ടമായിരുന്നു അത്. സ്വന്തം ഭർത്താവ് തൊട്ടു മുന്നിലിരുന്ന് വണ്ടി ഓടിക്കുന്നു. ഇടയ്ക്ക് അയാൾ മിററിലൂടെ നോക്കുന്നുണ്ട്. എന്നിട്ടും ഈ അറബി ഇത്രയും ധൈര്യത്തിൽ അവളുടെ തൊട്ടടുത്ത് വന്നിരുന്ന അവളെ എങ്ങനെ നോക്കുന്നത്, ആ ഒരു ഭയം കലർന്ന ത്രില്ലുണ്ടല്ലോ, അത് ലൈലയുടെ ഉള്ളിലെ സകല കൺട്രോളും കളയുന്നതായിരുന്നു. അവളുടെ ശരീരം അറിയാതെ ഒന്ന് വിറച്ചു. അയാൾ അവളുടെ കാതുകൾക്കരികിലേക്ക് കുറച്ചുകൂടി നീങ്ങിയിരുന്ന് പതിയെ മന്ത്രിച്ചു. വളരെ പതുക്കെ, എത്ര സുന്ദരിയാണ് നീ. ഓരോ വാക്ക് പറയുമ്പോഴും അയാളുടെ ചൂടുള്ള ശ്വാസം അവളുടെ കഴുത്തിൽ തട്ടുന്നുണ്ടായിരുന്നു. ലൈലയ്ക്ക് കൈകാലുകൾ തളരുന്നത് പോലെ തോന്നി. അവൾ ഒന്നും മിണ്ടിയില്ല. അവൾ ശരിക്കും ഒരു പ്രതിമ പോലെ ഇരുന്നു പോയി. അവളുടെ കണ്ണുകൾ ഇറുകെ അടഞ്ഞിരുന്നു. പക്ഷെ അവളുടെ ആ മൗനം, യാതൊരു എതിർപ്പുമില്ലാതെയുള്ള ആ ഇരിപ്പ്, അത് അയാൾക്കുള്ള വലിയൊരു സമ്മതമായിരുന്നു. അവളുടെ ഉള്ളിലെ ആ പഴയ ഭ്രാന്തമായ ആഗ്രഹങ്ങൾ ഈ ഇരുട്ടിൽ, ഈ കാറിനുള്ളിൽ പതിയെ തലപൊക്കാൻ തുടങ്ങിയായിരുന്നു. വല്ലാത്തൊരു മാനസിക അവസ്ഥയാണ് അത് കേട്ടോ. ഒരിക്കലും പാടില്ലാത്തത് സംഭവിക്കുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ഒരു കുറ്റബോധവും എന്നാൽ അത് തരുന്ന വല്ലാത്തൊരു ലഹരിയും രണ്ടും കൂടി ലൈലയെ ശരിക്കും വരിഞ്ഞു മുറുക്കി. പിന്നെ ഇനിയാണ് കഥ ശരിക്കും മാറുന്നത് കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കണേ.